80കളിലെ കോളേജുകളിലെ കാന്റീനുകളിൽ കിട്ടുന്ന ഒരു സ്ഥിരം പലഹാരമായിരുന്നു ഈ ബ്രെഡ് ഫ്രൈ. അന്ന് ഇതിന്റെ ചേരുവ എന്തെന്നോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. അതൊരു അത്ഭുത പലഹാരമായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. പിന്നീട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ പലഹാരം വീണ്ടും ഇപ്പോഴിവിടെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കറുത്ത എള്ള്, ഉപ്പ്, വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, വെള്ളം. ഇതിന് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനൊരു പാത്രത്തിലേക്ക് മൈദ, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്തൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ പഴംപരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മൈദ ഇങ്ങനെ കലക്കിയെടുക്കല്ലേ, ആ ലൂസ് മതി, അതിൽ കൂടണ്ട. ഇനി അതിലേക്ക് എള്ള് ചേർക്കാം. ഇതുപോലത്തെ ലൂസ് മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബ്രെഡ് ഇതുപോലെ കോണായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഓരോ ബ്രെഡും എടുത്ത് ഇങ്ങനെ ഈ ബാറ്ററിൽ മുക്കി, അധികം മാവുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് മാറ്റണം. എണ്ണയിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ബ്രെഡ് ഫ്രൈ റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ അത് വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.